നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജ്യോതിഷ കുടുംബാംഗം, വസ്തുനഷ്ടവും കൃത്യവുമായ ഫലപ്രവചനം, നിങ്ങളുടെ മനോദുഃഖങ്ങളും കഷ്ടതകളും ജ്യോതിഷത്തിലൂടെ മനസ്സിലാക്കി പരിഹാരം നിർദ്ദേശിക്കുന്നു. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ഓൺലൈൻ സർവീസ് ലഭ്യമാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. ശ്രീഭദ്ര ജ്യോതിഷാലയത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ നല്ലവരായിട്ടുള്ള ജ്യോതിഷപ്രേമികൾക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം വ്യാഴമാറ്റമാണ്. വ്യാഴം ഈ വരുന്ന മെയ് മാസം 1-ാം തീയതി മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് ഗോചരം ചെയ്യുകയാണ്. ഇടവൻ രാശി എന്ന് പറഞ്ഞാൽ സംപൂജ്യമായ രാശിയാണ്. അപ്പൊ ഈ ഇടവൻ രാശിയിലേക്ക് പോകുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് വളരെ നല്ല ഗുണാനുഭവങ്ങൾ തന്നെ ലഭിക്കും. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിന് വളരെ നല്ല ഗുണാനുഭവങ്ങൾ നൽകാൻ കഴിവുള്ള ഒരു ഗ്രഹമാണ്. പ്രത്യേകിച്ച് ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു ഗ്രഹം കൂടിയാണ് വ്യാഴം, അല്ലെങ്കിൽ ബൃഹസ്പതി എന്ന് പറയുന്നത്. നമ്മൾ വ്യാഴത്തിനെ കൊണ്ട് വിഷ്ണു ഭഗവാനെയാണ് പ്രധാനമായിട്ടും ചിന്തിക്കുന്നത്. കൃഷ്ണനെയും വിഷ്ണു ഭഗവാനെയും ഒക്കെ ചിന്തിക്കുക. അപ്പൊ അങ്ങനെയുള്ള വ്യാഴം മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങളുടെ ഉണ്ടാക്കി തരാൻ കഴിവുള്ള ഗ്രഹമാണ്. പിന്നെ ഈ മാറ്റങ്ങൾ എങ്ങനെ ലഭിക്കുന്നു എന്നൂടെ നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 2.25 നക്ഷത്രക്കാര് പുണത്തിന്റെ അവസാന പകുതി പൂയവും ആയില്യവും ചേർന്ന കർക്കടകൻ രാശി. അപ്പം പുണത്തിന്റെ അവസാന 15 നാഴിക പൂയം, ആയില്യം. അപ്പൊ ഈ കർക്കടകൻ രാശിയിൽ ജനിച്ചവർക്ക് നല്ല ഒരു സമയമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിൽ കുറച്ച് നല്ല ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെ നമുക്ക് പിന്നെ ഇപ്പോഴത്തെ കഴിഞ്ഞ വർഷങ്ങളിൽ വ്യാഴത്തിന്റെ നല്ല ഗുണാനുഭവങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇനിയും അങ്ങനെയുള്ള ഒരു ഗുണാനുഭവങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് കർമ്മ മേഖലയിലുള്ള പുരോഗതി, അധികമായിട്ടുള്ള ഭാഗ്യങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുക, പെട്ടെന്നുള്ള ഭാഗ്യങ്ങൾ. ചിലപ്പോൾ ലോട്ടറിയൊക്കെ അടിച്ചേക്കാം കേട്ടോ. ചിലപ്പോൾ ലോട്ടറി, ചെറിയ തോതിലൊക്കെ ലോട്ടറി അടിക്കാം. പിന്നെ നമ്മൾ നിലച്ചിരിക്കാതെ പലവിധ ഭാഗ്യാനുഭവങ്ങളും നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടാവും. കർമ്മ മേഖലയിൽ പുതിയ തെളിച്ചം വന്നു ചേരും. അതായത് പുതിയ കർമ്മ മേഖല, അതായത് ജോലി സംബന്ധമായിട്ടുള്ള മേഖലയിലൊക്കെ വളരെ ഗുണാനുഭവങ്ങൾ ലഭിക്കും. നല്ല ജോലിയൊക്കെ ലഭിക്കുക, ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള ജോലികൾ ലഭിക്കുക, ഇത്യാദി ഗുണങ്ങളൊക്കെ വരുന്ന ഒരു കാലമാണ് നിങ്ങൾക്ക്. പിന്നെ അതുപോലെ തന്നെ വിദേശത്ത് പോകുന്നതിന് വളരെ നല്ല സമയമാണ്. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നവർക്ക് വേഗത്തിൽ വിവാഹം നടക്കും. അതുപോലെ തന്നെ ഇവിടെ തന്നെ ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള പല വിഷയങ്ങളും, പല മേഖലകളിലും, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ ജോലി ലഭിക്കുന്നതായിട്ട് ഉള്ള ഒരു അവസരം വന്നു ചേരും. രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കാണ് ശരിക്കും ഈ ഒരു വർഷക്കാലം അവരുടെ ഒരു മികവ് പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു സമയമാണ്. മികവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ മേഖലയിൽ ശോഭിക്കാൻ പറ്റിയ ഒരു കാലമാണ്. നല്ല നല്ല ഉന്നതമായിട്ടുള്ള പദവികളൊക്കെ ലഭിക്കും. ഇലക്ഷൻ സംബന്ധമായിട്ടുള്ള വിജയങ്ങളൊക്കെ തന്നെ ഈ നക്ഷത്രക്കാരെ തേടി വരുന്നതാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ നമ്മുടെ ഗ്രഹനിലയെ ആശ്രയിച്ചാണ്. ഗ്രഹനിലയിൽ ഈ പറയുന്ന വ്യാഴത്തിന് ബലമില്ല എങ്കിൽ ഈ പറയുന്ന ഒരു അനുഭവങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഗോചരമായിട്ട് ചന്ദ്രരാശി പ്രകാരം നിങ്ങളുടെ ഈ ഒരു ഗോചര ഫലമാണ് ഇത് പൊതുഫലമാണ്. 2.25 നക്ഷത്രക്കാർക്ക് അനുഭവിക്കുന്ന ഫലമാണ് വ്യാഴമാറ്റം കൊണ്ട്. അപ്പൊ അത് 2.25 നക്ഷത്രക്കാരും ഈ 2.25 നക്ഷത്രക്കാരുടെ സ്വഭാവം ഒരേ പോലെ ആയിരിക്കത്തില്ല. അവരുടെ ഗ്രഹനില ഒരേപോലെ ആയിരിക്കത്തില്ല. ലഗ്നം ഒരു ലഗ്നമായിരിക്കില്ല. മനസ്സിലായില്ലേ? വ്യാഴം നിൽക്കുന്ന രാശിയും ഒരേ രാശി ആയിരിക്കത്തില്ല. ചിലർക്ക് വ്യാഴം വളരെ ഉച്ചസ്ഥമായിട്ടുള്ള രാശിയിലായിരിക്കും നിൽക്കുന്നത്. ചിലർക്ക് വ്യാഴം നീചം ചെയ്ത് നിൽക്കുകയായിരിക്കും. ചിലർക്ക് അഷ്ടമത്തിലായിരിക്കും വ്യാഴം, ചിലർക്ക് 12-ലായിരിക്കും വ്യാഴം. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ഈ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ലഭിക്കില്ല. കാരണം ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ഗ്രഹനിലയിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ നമുക്ക് ഒരിക്കലും അങ്ങനെ പ്രവചിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നത്. കാരണം നിങ്ങളുടെ ഗ്രഹനിലയിൽ ഈ വ്യാഴത്തിന് ബലം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഗുണാനുഭവങ്ങൾ ലഭിക്കത്തുള്ളൂ. ഗോചരവശാൽ നിങ്ങൾക്ക് ഈ ഒരു നല്ല കാര്യങ്ങളൊക്കെ ലഭിക്കേണ്ടതാണ്. ശരിക്കും നിങ്ങൾക്ക് വ്യാഴം ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ, വ്യാഴം നല്ല രീതിയിൽ ബലവാനായിട്ടാണ് നിൽക്കുന്നത്, നല്ല ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന എല്ലാ ഗുണാനുഭവങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. സാമ്പത്തികമായിട്ടുള്ള ലാഭങ്ങള്, പൂർവികമായിട്ടുള്ള സ്വത്തുക്കള്, അതുപോലെ തന്നെ വീട് വയ്ക്കാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ വസ്തു വാങ്ങാനായിട്ട് സാധിക്കുക, ഫ്ലാറ്റ് വാങ്ങുക, ഇത്യാദി കാര്യങ്ങളൊക്കെ വേഗത്തിൽ നടക്കും. അതുപോലെ തന്നെ സന്താനങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിൽ സന്താന ലബ്ധി ഉണ്ടാവും. സത്സന്താനങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടാകും. കുറേ വർഷങ്ങളായിട്ട് കുട്ടികളൊക്കെ ഇല്ലാതിരിക്കുന്ന ആൾക്കാരൊക്കെ കാണുമല്ലോ.
അപ്പോൾ അവർക്ക് പിന്നെ കുട്ടികൾ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. അതുപോലെ തന്നെ കമിതാക്കൾക്കാണെങ്കിൽ നല്ല ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതിനും നല്ല പ്രേമബന്ധങ്ങളൊക്കെ വന്നു ചേരുകയും അതുപോലെ തന്നെ അത് വിവാഹത്തിൽ കലാശിക്കുന്നതായിട്ടുള്ള അവസ്ഥയൊക്കെ ഉണ്ടാവും. പിരിഞ്ഞിരിക്കുന്ന ദമ്പതികളൊക്കെ തമ്മിൽ ഒന്നിച്ചു ചേരുന്ന ഒരു അവസ്ഥയുണ്ടാവും. വളരെ പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങളിലൂടെയും കുടുംബ ദുരിതങ്ങളിലൂടെയൊക്കെ പോകുന്നവർക്ക് അതിനൊക്കെയുള്ളൊരു അറുതി ഉണ്ടാവും. ജീവിതത്തിലെ നല്ല നല്ല പിന്നെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയൊക്കെ വന്നു ചേരുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ച് വീട് പണിയൊക്കെ മുടങ്ങിക്കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ വീട് പണിയൊക്കെ പുനരാരംഭിക്കാം, അതിനൊക്കെ പറ്റിയ സമയമാണ്. അതുപോലെ തന്നെ ഗൾഫിൽ പോയി നമുക്ക് ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അതിനുള്ള സമയം നല്ലൊരു സമയമാണ് വന്നു ചേരുന്നത്. സന്താനങ്ങൾക്ക് വിദേശത്തൊക്കെ പോയി പഠിക്കുന്നതിനും ഒക്കെ തന്നെ ഒരു നല്ല സമയം വന്നു ചേരുകയും നല്ല അറിവുകളും കഴിവുകളും ഒക്കെ ഉള്ള സുഹൃത്തുക്കളെ നമുക്ക് ലഭിക്കും. ആ സുഹൃത്തുക്കൾ മുഖേന ജീവിതത്തിൽ വളരെ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. സഹോദരങ്ങളിൽ നിന്നുള്ള പ്രത്യേക ഗുണാനുഭവങ്ങളും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള സന്തോഷങ്ങളും ഒക്കെ തന്നെ ലഭിക്കാനുള്ള ഇടയുണ്ട് കേട്ടോ. സഹോദരങ്ങളൊക്കെ പിണക്കാതിരിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പുണ്യ ദേവാലയങ്ങളൊക്കെ സന്ദർശിക്കാൻ പറ്റുന്ന ഒരു കാലം കൂടിയാണ്. പുണ്യ ദേവാലയങ്ങൾ, നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന പുണ്യ ദേവാലയങ്ങൾ, അതുപോലെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ നമുക്ക് സഞ്ചരിക്കാനും ദർശിക്കാനുമായിട്ടുള്ള ഒരു സമയം വന്നു ചേരും കേട്ടോ. അപ്പൊ പൊതുവിൽ ഈ പറഞ്ഞ എല്ലാ ഗുണാനുഭവങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും. സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം ഉയർച്ച ലഭിക്കുന്ന ഒരു കാലം കൂടിയാണ്. അപ്പം ഈ ഉയർച്ച വരുമ്പോൾ ഈ പൈസ ഒക്കെ സേവ് ചെയ്ത് വെക്കുക, ഇത് കളയാതെ, എങ്കിൽ മാത്രമേ നമുക്ക് മോശം സമയം വരുമ്പോൾ ഇതൊക്കെ ആവശ്യമായി വരത്തുള്ളൂ. ആവശ്യമായി വരുമ്പോൾ നമുക്ക് ചെലവാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്താണെങ്കിലും നല്ല ഗുണാനുഭവങ്ങൾ തന്നെയാണ്. ഇപ്പൊ കർമ്മസ്ഥാനാധിപനായിരിക്കുന്ന വ്യാഴമൊക്കെയാണ് കേട്ടോ. അപ്പൊ ആ കർമ്മമേഖല കൊണ്ട്, നമ്മുടെ ജോലി കൊണ്ട് തന്നെ നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണെങ്കിലും നല്ല ഗുണാനുഭവങ്ങൾ തന്നെ ലഭിക്കട്ടെ. അതല്ല, ഈ ഒരു വ്യാഴം മാറിയിട്ടും നിങ്ങൾക്ക് മോശ സമയമാണെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില പരിശോധിക്കുക, ജ്യോതിഷനെ കാണുക, ഗ്രഹനില പരിശോധിക്കുക, ദശാകാലം മനസ്സിലാക്കുക, അപകാരകാലങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ വ്യാഴത്തിനൊക്കെ ബലക്കുറവാണെന്ന് വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഗ്രഹനിലയിൽ വ്യാഴത്തിന് ബലക്കുറവാണ്, അനിഷ്ടസ്ഥിതിയാണ് എന്ന് മനസ്സിലാക്കുക. ഒരു ഗുണവും ഇല്ല, ഈശ്വരാധീനമല്ല, ദശാകാലവും മോശമാണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സമയത്ത് മോശമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവും. അവർ തീർച്ചയായിട്ടും ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്യുക. വിഷ്ണു ഭഗവാന്, കൃഷ്ണന് പിന്നെ തുളസിമാല അർച്ചന, പാൽപ്പായസം ഇത്യാദി വഴിപാടുകൾ നടത്തുകയും നിങ്ങളുടെ മാസത്തിലെ നാളെ തോറും ശനീശ്വരന് നീലാഞ്ജനം അർച്ചന മുതലായ വഴിപാടുകൾ നടത്തുക. ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് ചെയ്യുക, ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യുക. സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തുക. അതുപോലെ ദേവീക്ഷേത്രത്തിൽ കടുംപായസം അർച്ചന മുതലായ വഴിപാടുകളും നടത്തുക. അപ്പൊ ഇതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ മോശകരമായിട്ട് പോവുകയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം കുളിച്ചു എഴുതാൽ മതി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്താണെങ്കിലും വളരെ പുരോഗതി തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. ഈ ഒരു വ്യാഴമാറ്റം കൊണ്ട് ഈ നക്ഷത്രക്കാർക്ക്, കർക്കിടക രാശിയിലുള്ള ഈ നക്ഷത്രക്കാർക്ക്, കർക്കിടകക്കൂറിൽപ്പെട്ടവർക്ക് വളരെ ഉന്നതി എത്തും. പ്രത്യേകിച്ച് സന്താനങ്ങളെ കൊണ്ട് രക്ഷിതാക്കൾക്ക് വളരെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു കാലമാണ്. മാനസികമായിട്ടുള്ള വളരെയധികം സന്തോഷങ്ങൾ, മക്കളുടെ കൂടെയൊക്കെ പോയി താമസിക്കാൻ, വിദേശത്തൊക്കെ ആണെങ്കിൽ പോയി താമസിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. മക്കളെല്ലാം നാട്ടിൽ വന്ന് നമ്മുടെ കൂടെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ. കുറച്ച് നാളെങ്കിലും അവരുടെ കൂടെ ഒന്ന് കഴിയണം, അല്ലെ കൊച്ചുമക്കളെയൊക്കെ ഒന്ന് കാണണം എന്നൊക്കെയുള്ള ആഗ്രഹത്തോടെ ഇരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതിനൊക്കെ ഒരു അവസരം വന്നു ചേരും. അപ്പം എന്താണെങ്കിലും ഈശ്വരൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് വളരെ ശോഭനമായിട്ടൊരു ഭാവി ഉണ്ടാക്കി തരട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.